ഏകദേശം 15 വർഷത്തോളം പഴക്കം ഉള്ളൊരു പ്ലഷറാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. 15 വർഷം എന്ന് വെച്ചാൽ ഈ സെപ്റ്റംബറിൽ ഈ വണ്ടിക്ക് റീടെസ്റ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഈ വണ്ടിയിൽ ഇപ്പോൾ പേപ്പർ പോകാത്ത അവസ്ഥ. അപ്പോൾ ഇതിപ്പോൾ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ്, ഡെയിലി യൂസാണ്. അപ്പോൾ ഇതിനെന്താണ് അവസ്ഥ, ബാക്കി ഇതിൻ്റെ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് എന്തായാലും ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. നമ്മൾ പോകുന്ന വണ്ടിയുടെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് 20-30 സ്പീഡാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. വളരെ സ്മൂത്ത് തന്നെ പറയണം. കാരണം പുതിയ പ്ലഷർ ഓടിക്കുന്ന ഒരു സുഖമൊന്നും ഇത്ര പഴയ പ്ലഷറിന് കിട്ടില്ല. കാരണം ഇത് 110 cc നമ്മുടെ പഴയ മോഡൽ എഞ്ചിൻ, ആക്റ്റീവയുടെയൊക്കെ സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിൽ വരുന്നത്. പക്ഷെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ വളരെ സ്മൂത്തായിട്ടാണ് വണ്ടി പോണത്. കൈ കൊടുക്കുമ്പോൾ കണ്ട സ്വിഫ്റ്റായിട്ടാണ് കയറി പോണേന്ന് വണ്ടി. നല്ലപോലെ നല്ല സ്പീഡിൽ നല്ല പവറിൽ വണ്ടി കയറുന്നുണ്ട്. ബാക്കി സൗണ്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത സൗണ്ടുകളൊന്നും വരുന്നില്ല. എന്നാൽ തന്നെ എനിക്ക് ചെറിയൊരു മൂളിച്ച ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ക്ലച്ചിൻ്റെ സൈഡിൽ നിന്നൊരു മൂളിച്ചായിരിക്കാം. ഞാൻ ചോദിച്ചപ്പോൾ അത് ക്ലച്ച് റീസെൻ്റ്ലി മാറിയിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് പറഞ്ഞ് ക്ലച്ചിൻ്റെ ബുഷും പിന്നുകളും മാറിയിട്ടുണ്ടാവും, വൈബ്രേഷൻ ഉണ്ടായിരുന്നു പറഞ്ഞാൽ മതി. അപ്പോൾ അത് മാറാൻ വേണ്ടി മാറിയപ്പോൾ അതൊന്ന് പറഞ്ഞ് തീർന്നു കഴിയുമ്പോൾ കറക്റ്റാവും. വേറെ പ്രശ്നങ്ങൾ ഓടിച്ചിട്ടുള്ളൂ. കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നല്ലപോലെ കയറുന്നുണ്ട്. അതായത് ഈ പ്രഷറിൻ്റെ എന്നല്ല, എന്താ പറയുക, ഈ ഒരു റേഞ്ചിൽ 100 cc വണ്ടിയുള്ള എല്ലാ ഒരു പ്രത്യേകതയാണ്. പഴയ പോലെ ആക്റ്റീവ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ 2004-2005 ആക്റ്റീവൊക്കെ നിങ്ങൾ ഓടിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യും. നല്ലപോലെ വണ്ടി ഉണ്ടാവും, അങ്ങോട്ട് കുത്തിയോട് കയറും വണ്ടി. മിററൊക്കെ ഒരു സൈഡ് പോയി കിടക്കുകയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഫോണ് എല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്കിംഗ് ഒക്കെ നല്ല സ്മൂത്താണ്, നല്ല പക്ക ബ്രേക്കിംഗ് ഉണ്ട്. അത് പിടിക്കേണ്ട ആവശ്യമില്ല, ഈ ലെവലിൽ തന്നെ കിട്ടിയാണ് ഫുള്ള്. ഇപ്പോഴത്തെ നല്ല പോലെ തന്നെ ഉണ്ട്. കോമ്പി ബ്രേക്ക് ഒന്നും ഇല്ല ഈ മോഡലിൽ. പഴയ വണ്ടി ആയതുകൊണ്ട് കോമ്പി ബ്രേക്ക് പരിപാടിയൊന്നും ഇല്ല. എന്നാൽ തന്നെ നല്ലപോലെ ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്. ഓടിക്കാൻ വളരെ സ്മൂത്താണ്. പക്ഷേ നല്ല ഒഴുകി പോകുന്നൊരു ഫീലാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലെഗ് സ്പേസും നല്ലപോലെ ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരു 6 അടിക്ക് എടുത്ത് നോക്കുള്ള ആളാണ്, പക്ഷെ എന്നാലും എനിക്ക് നല്ലപോലെ സ്പേസ് കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ കാല് മുട്ടിയിട്ടില്ല. ഇതിന് അഡീഷണൽ ആയിട്ടൊരു സ്റ്റോറേജ് വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് വന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ലേഡീസിൻ്റെ മൊബൈലോ അല്ലെങ്കിൽ മണി പേഴ്സ് കാര്യങ്ങളൊക്കെ ഇടാം. അതാണ് ഇൻസ്ട്രുമെൻഷൻ ക്ലസ്റ്റർ വന്ന് സിമ്പിൾ. ആയിക്കൂടി ഒരു കിലോമീറ്ററിൻ്റെയും ഫ്യൂവലിൻ്റെയും ഗേജുകൾ മാത്രമേ ഉള്ളൂ, വേറെ പരിപാടികളൊന്നും കാണിക്കില്ല. പിന്നെ LED അടിപൊളി ഇൻഡിക്കേറ്റർ, അങ്ങനത്തെ ഹെഡ് ലൈറ്റ്, ഡിം ബ്രൈറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കും. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഈ വണ്ടിയിൽ വരുന്നില്ല. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ വണ്ടി എടുത്തു പോകണം വെച്ചാൽ ഈ വണ്ടിക്ക് ക്ലിയറൻസ്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെന്ന സീറ്റ് ഹൈറ്റ് വളരെ കുറവാണ്. സാധാരണഗതിയിലൊരു നമ്മളൊരു 2 വീലർ എടുക്കുകയാണെങ്കിൽ റോട്ടേക്ക് പുട്ടുപോലെയാണ് വണ്ടി, വെറുതെ പുട്ട് പോലെ കയറി പോകണം. സാധാരണഗതിയിൽ നിങ്ങളൊരു സ്കൂട്ടർ ഇപ്പോൾ നോർമലി എടുത്ത് നോക്കണമെങ്കിൽ 775-780 mm സീറ്റ് ഹൈറ്റ് വരും. പക്ഷേ ഈ സ്കൂട്ടറിന് സീറ്റ് ഹൈറ്റ് വളരെ കുറവാണ്. അതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത. സീറ്റിന് വീതിയും കൂടുതലാണ്, വണ്ണവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലേഡീസ് ഒരു 4'8", 4'6" പൊക്കമുള്ള, അല്ലെങ്കിൽ അതിന് പൊക്കത്തേക്കുള്ള ലേഡീസ്, ലേഡീസ് പെൺകൊച്ചുങ്ങൾ ഓടിക്കാൻ പഠിക്കാനൊക്കെ ആയിട്ട് ബെസ്റ്റ് വണ്ടിയാണ്. കാല് സുഖമായിട്ട് എത്തും. പിന്നെ വെയിറ്റും കുറവാണ്. അപ്പോൾ ആവറേജ് ഒരു വണ്ടി ഇപ്പോൾ 98 കിലോ 96 കിലോ വെയിറ്റ് വരുമ്പോൾ ഈ വണ്ടിക്ക് വെയിറ്റ് തീരെ കുറവാണ്. എൻ്റെ കണക്കിന് കമ്പനി പറയുന്ന ഒരു 95-93 പക്ഷെ അതിനേക്കാൾ വെയിറ്റ് തീരെ കുറവാണ് വണ്ടിക്ക്. അതുകൊണ്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാനും വളരെ എളുപ്പം. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ എക്സ്റ്റീരിയർ പാർട്സ് എല്ലാം തന്നെ, ഈ വണ്ടിയുടെ എക്സ്റ്റീരിയർ പാർട്സ് എല്ലാം തന്നെ ഫുൾ ഫൈബറാണ്. ഒരു സാധനം പുറത്ത് കാണുന്ന ഒരു സാധനം പോലും മെറ്റലില്ല, എല്ലാം ഫൈബറാണ്. അപ്പോൾ അതുകൊണ്ട് 2 ഗുണങ്ങൾ. ഒന്ന്, സാധനം പെയിൻറ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്, അധികം പണിയില്ല. പിന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ കൊടുത്തിട്ട് പൊട്ടുകയോ സ്ക്രാച്ചായിട്ട് റീപ്ലേസ് നമ്മൾ പുതിയത് മേടിക്കുമ്പോൾ പൈസയും കുറവായിരിക്കും. മെറ്റലിൻ്റെ ഐറ്റംസ് ആകുമ്പോൾ കുറച്ചുകൂടി പൈസ കൂടുതലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, പടവനടിച്ച് വീണ് കഴിഞ്ഞാൽ പൊട്ടി ഡാമേജ് ആവാനും ചാൻസസ് കൂടുതലാണ് ഫൈബർ ആകുമ്പോൾ. അപ്പം അങ്ങനൊരു കാര്യമുണ്ട്. എന്നാൽ തന്നെയും ഒരു നല്ലൊരു സ്കൂട്ടറാണ്. നമുക്കൊരു സെക്കൻഡറി സ്കൂട്ടറായിട്ട് വീട്ടിൽ ഇപ്പോൾ പച്ചക്കറി മേടിക്കാൻ, മാർക്കറ്റിൽ പോകാൻ, ഇറച്ചി മേടിക്കാനൊക്കെ ആയിട്ട് കൊണ്ടു നടക്കാവുന്ന ഒരു അടിപൊളി സ്കൂട്ടറാണ്. ഇപ്പോൾ വീട്ടിൽ പെൺകൊച്ചുങ്ങൾക്ക്, ചേച്ചിമാർക്ക്, അമ്മമാർക്കൊക്കെ വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ ചെറിയ വില വരുന്നുള്ളൂ. ഇതിന് 17,500 വണ്ടിക്ക് വില വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമുക്ക് സുഖമായിട്ട് മേടിച്ച് ഓടിക്കാൻ പഠിച്ചിട്ട് ഒരു 5-6 മാസം ഓടിക്കാൻ പഠിച്ചിട്ട് കൊടുത്താൽ തന്നെ വലിയ നഷ്ടമില്ലാതെ തന്നെ നമുക്ക് വണ്ടിക്ക് വിലയും കിട്ടും. അതുപോലെ എടുക്കാനും ആൾക്കാരുണ്ടാവും വണ്ടി.
കൊടുത്താലും മേടിക്കാനാണല്ലോ. ഇതിപ്പോൾ ഇത് ഹീറോൻ്റെ എഞ്ചിനല്ല, ഇതിലിപ്പോൾ ഹീറോ ഹോണ്ട തന്നെയാണ് ഇപ്പോഴും. കാരണം 2013 ആയപ്പോഴാണ് ഹീറോയും ഹോണ്ടയും തമ്മിൽ വേർപിരിഞ്ഞ് സെപ്പറേറ്റ് ആയത്. ഇപ്പോഴും ഇതിൽ ഹീറോ ഹോണ്ടയാണ്, ഹോണ്ടയുടെ എഞ്ചിൻ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. പിന്നെ അതിൻ്റെ കഥ ഒന്നും ഞാൻ നിങ്ങൾക്ക് പറയണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനായിട്ടല്ലേ. ഓയിലും ഫിൽറ്ററും കൂടി മാറാൻ തന്നെ കൂടി ഒരു 550 ഓയിൽ ഫിൽറ്റർ മാറാം. ബ്രേക്ക് പാഡൊക്കെ 100-120 രൂപയൊക്കെ വരുള്ളൂ. ബ്രേക്ക് പാഡ് അതുപോലെ കേബിൾസ് ഒക്കെ അതുപോലെ 150 രൂപ 170 രൂപ കിലോ കേബിൾസ് എല്ലാം തന്നെ കിട്ടും. നമുക്ക് വലിയ മെയിൻ്റനൻസ് ഉള്ളൊരു വണ്ടിയൊന്നുമല്ല. ഇപ്പോൾ സിലിണ്ടർ ബോർ ചെയ്തെടുക്കാൻ തന്നെ സ്കൂട്ടറിന് 3500 വരുള്ളൂ ഫുൾ എഞ്ചിൻ പണിയാന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പഴയ മോഡൽ വണ്ടികൾക്ക് വരാനില്ല. പിന്നെ അധികം സെൻസർ ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അറിവ് വലിയ സെൻസർ പരിപാടിയൊന്നും ഇതിലില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം കൂടി വന്നാലും നിങ്ങൾ പൊങ്ങിയാലും ഇതിൻ്റെ കുഴപ്പമൊന്നും വരാനില്ല വണ്ടി. അതുകൊണ്ടാണ് ഈ വെള്ളം മുങ്ങിയ സമയത്ത് ഒരുപാട് പ്രഷറും ആക്റ്റീവും ആൾക്കാർ സുഖമായിട്ട് പണിയെടുത്ത് പൊളിക്കാൻ കൊടുക്കാതെ നേരെ ഉപയോഗിച്ച് നടക്കാം. ഇപ്പോഴും ഇവിടങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനത്തെ വണ്ടികൾ. അവർക്കുണ്ട്. പിന്നെ മറ്റൊരു എടുത്തു പറയുന്ന കാര്യം വണ്ടിയുടെ മൈലേജാണ്. ആകെ വെയിറ്റും കുറവാണ്, ഫുൾ ഫൈബറാണ്, ഹോണ്ടയുടെ എഞ്ചിനാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്കൊരു 48-50 റേഞ്ച് മൈലേജ് നമുക്ക് സുന്ദരമായിട്ട് വണ്ടിക്ക് കിട്ടും. അതാണ് പ്ലഷർ ഏറ്റവും കൂടുതൽ ലേഡീസ് എടുത്ത് നടക്കുന്നത്. കാരണം അവർക്ക് അവരുടെ ജോലിക്ക് പോവാം, സ്പേസ് ഉണ്ട്, ലഗേജ് വെക്കാനുള്ള സ്പേസ്. ഇപ്പോൾ ഫ്രണ്ടിൽ ഫുഡ് സ്പേസ് ഉണ്ട്. സീറ്റിൻ്റെ താഴെ അത്യാവശ്യം 18 ലിറ്ററോളം സ്റ്റോറേജ് പറയുന്നുണ്ട്. ഓടിക്കാൻ നല്ല സ്മൂത്താണ്, നല്ല പവർ കയ്യിൽ കിട്ടുകയും. പിന്നെ അത് കൂടാതെ ഇപ്പം അത്യാവശ്യം വേണമെങ്കിൽ നല്ലൊരു പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ഈ ഒരു സ്പേസിൽ കൊണ്ടുവെക്കാം. ഒരു ഗ്യാസ് സിലിണ്ടർ വേണമെങ്കിൽ നമുക്ക് ഇതിൽ കൊള്ളും. സുഖമായിട്ട് ഗ്യാസ് സിലിണ്ടർ കൊള്ളുന്ന 2 വണ്ടികളൊന്നോ 3 വണ്ടികളാണ് മെയിനായിട്ട് കൊള്ളും. ഒന്ന് ആക്റ്റീവോ, പഴയ മോഡൽ ആക്റ്റീവോ, പുതിയ മോഡൽ ആക്റ്റീവയിൽ കൊള്ളും, പ്ലഷറിൽ കൊള്ളും, ആക്സസിൽ കൊള്ളും. ഈ 3 സ്കൂട്ടറുകളിലാണ് ഇപ്പോൾ നിലവിൽ ഗ്യാസ് സിലിണ്ടർ കൊള്ളണത്. അപ്പോൾ പ്ലഷറും അതിന് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അതുകൊണ്ടാണ് ഹോട്ടൽസിലൊക്കെ കൂടുതലും ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുത്ത് അവരുടെ എന്താ പറയുക മാർക്കറ്റിൽ പോലെ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഈ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കൂടി പ്രഷറുണ്ട്. ഇതിപ്പോൾ സിംഗിൾ ഓണർഷിപ്പാണ്. ഇതിൻ്റെ റീടെസ്റ്റ് സെപ്റ്റംബർ അവസാനം റീടെസ്റ്റ് വരും. ബാറ്ററി പുതിയതാണ്. ഇനിയും ഒരു കൊല്ലം കൂടി വാറണ്ടി ബാക്കിയുണ്ട്. 2 പുത്തൻ ടയറുണ്ട് ഫ്രണ്ട് ബാക്ക്. പിന്നെ ഇൻഷുറൻസ് അടുത്ത കൊല്ലം ഫെബ്രുവരി ഇൻഷുറൻസ് പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ വില തന്നെ 17,500 നമ്മളിവിടെ നോർത്ത് പറവൂരാണ് ഷോപ്പ്. താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ഓൾറെഡി നമ്പറും അഡ്രസ്സും ഇട്ടിട്ടുണ്ട്. ആ നമ്പറിൽ തന്നെ വിളിക്കുക, ഡയറക്റ്റ് എന്നെയായിരിക്കും കിട്ടുക. ഞാൻ തന്നെയാണ് പുതിയ വണ്ടിയുടെയും പഴയ വണ്ടിയുടെയും വീഡിയോസ് എല്ലാം തന്നെ ആഡ് ചെയ്യുന്നത്. കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ലൊക്കേഷൻ വാട്സപ്പിൽ അയച്ചു തരാം. ഒന്ന് നോക്കി വണ്ടി നോക്കിയാണെങ്കിൽ എടുക്കാം. പിന്നെ ചെറിയ വണ്ടിയായതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ഓലീസിലും FBയിലും ഇട്ടിട്ടുണ്ട്. എൻക്വയറീസ് വരുന്നുണ്ട്, അത് നോക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് വന്ന് വണ്ടി കാണാം. ഓക്കെ, വരുമ്പോൾ പേയ്മെൻറ്റും ആധാർ കാർഡിന് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ചൊക്കെ നോക്കി പേരൊക്കെ മാറി സുഖമായിട്ട് വീട്ടിൽ പോകാം. പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ പോവാം. പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തു തരാം. വേറെ എഴുത്തൂത്തൊന്നുമില്ല, നമുക്ക് തന്നെ കാര്യങ്ങൾ ചെയ്ത് നേരെ വണ്ടിയായിട്ട് വീട്ടിൽ പോകാം. പിന്നെ ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നിയറസ്റ്റ് ടൗണിൽ എത്തിച്ചേരാം. നമുക്ക് മാരുതി കൊറിയർ APS കൊറിയറൊക്കെ ആയിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അവർ നിയറസ്റ്റ് ടൗണിൽ വണ്ടി എത്തിച്ചേരും. അഡീഷണൽ ആയിട്ട് ഒരു 1800 രൂപയോളം വരും. അത് തരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നിയറസ്റ്റ് ടൗണിൽ വണ്ടി എത്തിച്ചേരാം. അല്ലെങ്കിൽ നേരിട്ട് വന്ന് ഓടിച്ച് നോക്കി സെറ്റ് ചെയ്ത് പോകാം. ഇവിടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ആലുവ റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ ബസ്സുണ്ട്. അല്ലെങ്കിൽ എറണാകുളത്ത് വരാം. നിയറസ്റ്റ് ആയിട്ടും ട്രെയിൻ ഇപ്പോൾ മലപ്പുറം കോഴിക്കോടൊക്കെ വന്ന ടീമുകളാണെങ്കിൽ നിയറസ്റ്റ് ബസ് ആലുവയാണ്. അപ്പോൾ അവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.